യാ അയ്യുഹല്ലദീന ആമനു ഹൽ അദുല്ലുകും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. ഞാൻ നിങ്ങൾക്കൊരു കച്ചവടം അറിയിച്ചു തരട്ടെയോ? യാ അയ്യുഹല്ലദീന ആമനു ഹൽ അദുല്ലുകും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. ഏതാണ് കച്ചവടം? തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും. എന്താണത്? അള്ളാഹുവിനെയും റസൂലിനെയും കൽബിലേക്ക് കയറ്റന്നെ. അതാണ് കച്ചവടം. പേരും കിട്ടല കിട്ടുക, അത് കയറി കിട്ടൂല. കൽബിൽ നിറഞ്ഞു നടക്കണം. എന്ത് ദുനിയാവും അതിലേക്ക് അള്ളാഹ് കയറൂല. ദുനിയാവിന്റെ അവസാനത്തെ പൊടിയും കൂടെ, ദുനിയാവിന്റെ അവസാനത്തെ പൊടിയും കൂടെ കളഞ്ഞാലേ അവിടേക്ക് എന്ത് കയറുള്ളൂ? അള്ളാഹു റസൂലും കയറുള്ളൂ. നമുക്കത് കയറൂല. നമ്മളെ കൽബിൽ ദുനിയാവേ ഉള്ളൂ. ഒരു സൈഡിൽ ദുനിയാവ് നിന്നോട്ടെ, മറ്റേ സൈഡിൽ അള്ളാഹു റസൂൽ അത് നടക്കൂല. അള്ളാഹു റസൂലും ദുനിയാവും ചക്കൊളത്തിമാരാ. ചക്കൊളത്തിമാർ മിക്കവാറും ഒരു പരി പറക്കൂല. കല്യാണത്തിനൊക്കെ ചിലപ്പോൾ കൂടിയേക്കും. ചക്കൊളത്തി എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന്റെ 2 ഭാര്യമാർ ഒരു ചക്കൊളത്തികൾ എന്ന് പറയാം. ഒരു പരി പറക്കൂല. കല്യാണത്തിനൊക്കെ അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം അങ്ങനെയൊക്കെ പറഞ്ഞ് പിരി. ഒരു പരി പറക്കൂല. എൻ്റെ ഒരാളോടത്ത് മറ്റുണ്ടാവില്ല, നടക്കൂല. അള്ളാഹു റസൂലും ദുനിയാവിന്റെ ചക്കൊളത്തിയാണ്. ദുനിയാവുള്ളോടത്ത് അള്ളാഹു റസൂലും ഉണ്ടാവില്ല, അള്ളാഹു റസൂലുള്ളോടത്ത് ദുനിയാവ് ഉണ്ടാവില്ല. കൂടുതൽ വർത്താനം പറയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ചിന്തിക്കണം. അവന്റെ അള്ളാഹുവിന്റെ ഖൽബ് മുത്മയിന്നത്താകണമെങ്കിൽ ഹുബൈബിലേക്ക്. ഹുബൈബിന്റെ പ്രശ്നം എന്താ? അള്ളാഹു റസൂലും ഖൽബിൽ കയറി. പിന്നെ ഒരു കാലിനും ഉള്ളു തിറക്കാമെന്ന് സമ്മതിച്ച് ഞാനവിടുന്ന് പിരിയില്ല. അത് പറ്റൂല. റസൂലുള്ളാഹിന്റെ കാലിമ മുള്ളിറക്കാൻ തറക്കണ്ട. തറക്കുന്നതിന് പകരമായി എനിക്ക് പോകണ്ട, എനിക്ക് മരിക്കാം. അപ്പൊ അള്ളാന്റെ റസൂലിന്റെ കാലിന് ഒരു സെക്കൻഡിൽ കൊള്ളുന്ന ആ ഒരു മുള്ളിന്റെ വേദനയും എൻ്റെ റൂഹ് പിരിയുന്ന വേദനയും നോക്കുകയാണെങ്കിൽ ഏറ്റവും ഭയാനകം അള്ളാന്റെ റസൂലിന്റെ കാലിൽ മുള്ളുള്ളതാണ്. എൻ്റെ റൂഹിനോ അത് പിരിഞ്ഞോട്ടെ. എന്ത് അള്ളാന്റെ റസൂൽ ആരാ? നമ്മളാരാ? നമ്മൾ സാധാരണ മണ്ണ. അള്ളാന്റെ റസൂൽ ആരാ? അപ്പം അത് പറ്റൂല. അതിന് ഞങ്ങൾ കൊന്നോളി, അതിനൊരു വിലയില്ല. ഞാനല്ലേ എൻ്റെ വിലയുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതല്ലേ പ്രേമം? ആ പ്രേമം നമുക്കുണ്ടോ? ചിന്തിക്ക്. മക്ക കാലഘട്ടമല്ല, മദീന കാലഘട്ടമാണ്. നബിയും സാഹിബത്തും മദീനയിലാണ്. ആ സമയത്ത് വഴിയിൽ നിന്ന് പിടിക്കണം ഹുബൈബിനെ റളിയല്ലാഹു. അവര് പിന്നെ എന്ത് ചെയ്തെന്നറിയാം? അങ്ങനെ കൂട്ടത്തിൽ നിന്ന് പിടിക്കണം എന്നിട്ട് കൊല്ലുക. റസൂലുള്ളാഹി മദീനയിലാണ്, സഹാബത്ത് മദീനയിലാണ്. അക്കാലത്താണ് സംഭവം. ഭയങ്കര. അതായത് നിങ്ങളത് ചിന്തിക്കണം. ആ നഫ്സിന് അള്ള വിളിക്കണം ഹുബൈബിനെ. ഈ ആയത്ത് ഹുബൈബിനെ വിളിച്ചോണ്ടാ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, മുത്മഇന്നത്തായ ആത്മാവേൻ. അപ്പൊ തുമഇന്നത്ത് ആരെ കൊണ്ട് ഉണ്ടാവുക? റസൂലുള്ളാഹിനെ കൊണ്ടല്ലേ കുട്ടികളെ. എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? നിങ്ങൾ നിസ്കാരം കൊണ്ട് മുത്മഇന്നത്തിന് പോയാൽ നിങ്ങൾക്ക് എവിടെ കിട്ടുന്നത്? എവിടെ ചങ്ങായി വാബിയായ നശിച്ചൂല്. ഇത് വാബിക്ക് മനസ്സിലാവൂല. ഓൻ്റെ തലയിൽ അത് കയറൂല. ഇപ്പൊ സുന്നിയാളെ തലയിൽ കയറൂല. നഫ്സ് മുത്മഇന്നത്താകുന്ന ആയത്ത് ആരെ പറ്റി ഇറങ്ങിയത്? ഹുബൈബിലല്ലേ? നിങ്ങൾ അലാബി ദിക്രി സ്വലാത്തി തുത്മഇന്നുൽ ഖുലൂബ് അല്ലട ചങ്ങായി. അലാബി ദിക്രില്ല. അതിന് ബിദിക്രില്ല, ബിദിക്രി റസൂൽ വഹുവ വാസിതത്തുൻ ബൈനല്ലാഹി വബൈനൽ അബ്ദി. അടിമയുടെയും ഉടമയുടെയും മധ്യവർത്തി റസൂലാണ്. റസൂലിലേക്ക് കയറിയല്ലേ അള്ളാഹിലേക്ക് കയറുള്ളൂ. അപ്പൊ തുത്മഇന്നുൽ ഖുലൂബ് ബിദിക്രില്ലാണെങ്കിൽ ബിദിക്ർ റസൂൽ അതിന്റെ മുമ്പ് ഉണ്ടാക്കണം. അപ്പൊ ബിദിക്രില്ലാഹി റസൂലിഹി, അള്ളാഹിന്റെ റസൂലിനെയും പിന്നെ അള്ളാഹിന്റെ ദിക്ർ കൊണ്ട് തുമഇന്നത്ത് ഉണ്ടാവുള്ളൂ. നിസ്കാരം കൊണ്ട് ഉണ്ടാവൂല, കഴിയൂല. എല്ലോ നിസ്കരിക്കും, അത്രേ ഉള്ളൂ. നിസ്കരിച്ച് തുമഇന്നത്ത് ഉണ്ടാക്കാൻ കഴിയൂല. കൈ തന്നെ അല്ലെങ്കിൽ പൊട്ടന്നെ പണിയെടുക്കണ്ട, കയ്യൂല. തടി കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ പണിയല്ലേ തടി കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ അമല നിസ്കാരല്ലേ മോലിയല്ലേ? അതിന് എന്താടാ തടി? എന്താ ഈ തടി? തടി എന്ന് പറഞ്ഞാൽ എന്താ ചങ്ങായി? തടി എന്താ? തടി മണ്ണല്ലേ, ഈ പച്ച മണ്ണ്. ഇത് ചവിട്ടണം മണ്ണ്. നെന്നെ ചവിട്ടേണ്ടതാണ്.
അതിന് പറ്റിയ ആളെ കിട്ടാത്തോണ്ടല്ലേ ഭൂമിന്റെ അടിച്ച് തന്നെ ചവിട്ടലോടോ. റൂഹോ ചവിട്ടാൻ പറ്റുമോ? തടി കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ അമല നിസ്കാരം. ചങ്ങായി തടി എന്താ പറയുന്നത്? തടി എന്താ? തടി മണ്ണല്ലടോ. ഈ ചവിട്ടി നടക്കുന്ന, ഈ വിസർജിക്കുന്ന, ഈ മൂത്രിച്ചും കാട്ടിച്ചും ഒഴിവാക്കണം മണ്ണല്ലടങ്ങായി നിന്റെ തടി. ആ മണ്ണിലല്ലേ എന്ന് രാവിലെ കക്കൂസ് പോയത്? ആ മണ്ണിലല്ലേ ഇത് മൂത്രിച്ച്? ആ മണ്ണിന്റെ ഭാഗം തന്നെയല്ലേ ഈ റൂഹുമൽ എന്തെങ്കിലും മൂത്രിച്ചിട്ടുണ്ട്? തടിയോണ്ട് ചെയ്യാൻ ഏറ്റവും വലിയ അമൽ നിസ്കാരല്ലേ? തടി എന്താണ് ചങ്ങായി? തടിയെ ആര് നിയന്ത്രിക്കണം? റൂഹ് നിയന്ത്രിക്കണം. ആ റൂഹ് നിയന്ത്രിച്ചാലേ ഈ നിസ്കാരം അള്ളാഹ്ക്കുള്ള അമലാവുള്ളൂ. ഇല്ലെങ്കിൽ ഇത് ശൈത്താന്റെ അമലാവും. ഇപ്പൊ വൈലുൽ മുസല്ലി. ഏതാണ് ആ റൂഹ്? അള്ളാഹുലും റസൂലും ഫനാ ആയ റൂഹ്. തടിയോണ്ട് എന്താണ് തടിയോണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ അമലാണ് നിസ്കാരം. തടി എന്ത് കുന്താണ് തടി? എന്താണ് തടി? മരത്തിന്റെ തടിയാണെങ്കിൽ കാസേര ഉണ്ടാക്കാം. അതിന്റെ തടി കൊണ്ട് എന്താണ് കാര്യം? മരത്തിന്റെ തടിയാണെങ്കിൽ അൽഹംദുലില്ലാ ये कुर्सी बना सकता है. അത് മരത്തിന്റെ തടിയാണെങ്കിൽ നല്ല ഫർണിച്ചർ ഉണ്ടാക്കാം. പിന്നെ എന്റെ തടിയല്ലേ, ഫർണിച്ചറിനും പറ്റൂല. ഫർണിച്ചറിന് അങ്ങനെ കയറി ഭൂത ഇരിക്കണ മാതിരി ഇരിക്കാം, അല്ലാതെ ഒന്നും തന്നെ പറ്റൂല. തടിയോണ്ട് ചെയ്യണ വലിയ എന്താണ് തടി? ഇത് നിസ്കാരം ക്ലിയർ ആകണമെങ്കിൽ അതിക്ക് എന്ത് കയറണം? വള്ളി വലിച്ചിട്ടിട്ട് കാര്യമല്ലല്ലോ, അതിലേക്ക് കരണ്ട് വന്നാലല്ലേ കത്തുള്ളൂ. എന്താണ് കരണ്ട്? ദിക്റുല്ലാഹി വറസൂലിഹി, അള്ളാഹിന്റെ റസൂലിന്റെ ദിക്റല്ലേ, അതല്ലേ കരണ്ട്. അത് ഇവിടെ പാസ് ചെയ്യുന്നില്ലേനും. ദുനിയാവാ നിനക്ക് പാസ് ചെയ്യണേ? ഇത് നിസ്കരിക്കുമ്പോൾ ദുനിയാവാ, നോമ്പോൽക്കുമ്പോൾ ദുനിയാവാ, ഹജ്ജ് ചെയ്യുമ്പോൾ ദുനിയാവാ. ദുനിയാവ് ക്ലിയർ ആക്കാൻ ഹജ്ജിന് പോയതെന്നെ. ഞാനൊരു വലിയ സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നുണ്ട് 50 കോടിന്റെ. അപ്പൊ ഇക്കൊല്ലത്തെ ഹജ്ജിന് പോകാൻ തീരുമാനിച്ചു. അപ്പൊ സൂപ്പർ മാർക്കറ്റിൽ കച്ചവടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്തിനു പോയത്? ഹജ്ജിന് പോയത്. ഞാൻ ചെറിയൊരു മകളെയും കൂടി കെട്ടിക്കാണ്ട്. അപ്പൊ ഞാൻ ഓൾക്ക് വേണ്ടി കൊല്ലം ഓളെ നല്ലൊരു പുതിയാപ്പളിനെ കിട്ടും. ഞാൻ കൊല്ലം നേർച്ചയാക്കിക്കണം ഹജ്ജ്. എന്തിനാ നേർച്ചയാക്കിയത്? ഓളെ കെട്ടിക്കാണ്ട്. ഇതല്ലേ നിസ്കാരം ഹജ്ജും? അതിലേക്ക് കരണ്ട് പാസ് ചെയ്താൽ പിന്നെ നിനക്ക് ഒന്നും ഉണ്ടാവില്ല. അള്ളാഹ് വിചാരിച്ച കെട്ടിച്ചോട്ടെ. ആണുങ്ങൾ വന്നാൽ കയ്യ നീട്ടി കൊടുക്കും. ഇല്ലേ കെട്ടിക്കണ്ട, കേട്ട ഞാൻ ഉണ്ടാക്കിയല്ലേ, പഠിച്ചോണ്ടാക്കിയല്ലേ. എൻ്റെ കൽബിൽ ആര് കയറിയാൽ അള്ളാഹു കയറിയാൽ ഇവനൊരു വിശ്വാസം ഉണ്ടാവും. ഞാൻ എത്ര കളിച്ചിട്ടും കാര്യമില്ല, അള്ളാഹ് തഖ്ദീറാക്കിയ നേരത്തെ കെട്ടിക്കൽ നടക്കൂ എന്ന ഉറപ്പുണ്ടാവും. മറ്റേ ഇമ്മ തന്നെ ചീത്തറിഞ്ഞു കൊടുക്കും. അള്ളാഹിനോട് എത്ര കൊണ്ട് കാര്യമില്ല. ഇത് അള്ളാഹിന് ചീത്തറിയും ഓഫറാവും, ഈ സ്കെച്ച് ഓഫറാവും. നമ്മളെപ്പോൾ തന്നെ ദ്വാരന്നിട്ടും കാര്യമില്ല. എത്ര കാലമായി ഇപ്പം ഞാൻ മകളെ കെട്ടിക്കാൻ വേണ്ടി ദ്വാരക്കണം. ഓക്കെ 28 വയസ്സായി. ഓക്കെ 15 വയസ്സായ സമയത്ത് ഞാൻ തുടങ്ങിയതാണ്. SLC കഴിഞ്ഞ് വന്നപ്പോൾ തുടങ്ങിയ പഠിച്ചോനെ നല്ലൊരു പുതിയാപ്പണിട്ടെ. ഇപ്പം 28 വയസ്സ് 30 വയസ്സായി. നമ്മളൊന്നും ദ്വാരന്നിട്ടും കാര്യമില്ല. ഇജിപ്പാരാ? നമ്മളൊന്നും ദ്വാരന്നിട്ടും കാര്യമില്ല. ഇജിപ്പാരടാ? ജാരാ ദ്വയ എൻ്റെ പേര് ദ്വയ എന്നാ. എടാ ദ്വയ ഇജിപ്പാരാ? എടാ ദ്വയാ ഇജിപ്പാരാണ്? കാഫിറടോ. നമ്മളൊന്നും ദ്വാരന്നിട്ടും കാര്യമില്ല. നമ്മ ആരായി? പച്ചക്കാഫിർ. പച്ചക്കാഫിർ. ഈ തടിയോണ്ട് ചെയ്യണ ഏറ്റവും വലിയ അമലും ചെയ്ത് നടക്കണ കാഫിറുടെ എങ്ങായി? വെള്ളിയാഴ്ച 1-ാം സഭയിൽ വന്നിരിക്കണ പച്ചക്കാഫിറാണ്. കൽബിൽ അള്ളാഹും റസൂലും കയറിയ കാഫിറേ ആവും. നിസ്കരിക്കും കാഫിറാവും, നോൽമ്പോക്കും കാഫിറാവും. അള്ളാഹും റസൂലും തടി കയറിയാൽ കാഫിറാവില്ല. നടക്കുമ്പോൾ നടന്നു വിചാരിക്കും ഇന്റെ റബ്ബിന് ദ്വാരന്നു. അതൊന്നും ഞാൻ ദ്വാരന്നത് നടത്തി തരേണ്ട ബാധ്യത റബ്ബിനില്ല. ഓരോരുത്തരും വിചാരിക്കുക ഞാൻ ദ്വാരന്ന റബ്ബാട് സ്വീകരിക്കണം. ഇത്ര വലിപ്പുണ്ടല്ലോ. പറയേണ്ടി വന്നു എനിക്കൊരാളോട് ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ്. ഞാൻ ദ്വാരന്നു എന്ന് അങ്ങനെ പറയാം. നമ്മൾ ദ്വാരക്കണു. അൽഹംദുലില്ലാ. മനസ്സിലായോ പറഞ്ഞത്? സ്വീകരിക്കേണ്ട ഒരു ബാധ്യതയും റബ്ബിന്.
നമുക്ക് ദ്വാരക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്. ഇജ്ജ് ഇന്നലെ തഹജ്ജുദ് നേരത്തെ ദ്വാരനോ, സ്വീകരിക്കേണ്ട ബാധ്യത എനിക്കില്ല, അള്ളാഹ്ക്കില്ല. പക്ഷെ നിനക്കൊരു സന്തോഷമുണ്ട്, ഞാൻ ഇന്നലെ എൻ്റെ റബ്ബിനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാലൊരു സന്തോഷമാണ്, ഞാൻ റബ്ബിനോട് പറഞ്ഞല്ലോ, റബ്ബ് വെറുതെ ആക്കൂല, എന്നെങ്കിലും തരും. എന്നാലും വേണ്ടില്ല, നീ തന്നിട്ടില്ലേ വേണ്ടില്ല, തന്നില്ല, എന്നാലും നമുക്ക് സന്തോഷമാണ്. അങ്ങനെ മൊലാളിനെ സ്നേഹിക്കുന്ന ഒരുത്തൻ മൊലാളിൻ്റെ പിന്നാലെ മൊലാളിക്ക് ധൈര്യം പറഞ്ഞു നടന്നു, എന്നും ചായ വാങ്ങി കൊടുക്കും. ഒരു ദിവസം മൊലാളി പറഞ്ഞു, പോയിക്കോടുന്നു, ഇന്ന് എനിക്ക് ചായ എല്ലാവരും. അപ്പോൾ അതും സന്തോഷമാണ്, കാരണം മൊലാളിനെ അത്ര ഇഷ്ടമാണ്. ഇന്ന് എനിക്ക് ചായ എല്ലാവരും, ചായ വാങ്ങി കൊടുത്തില്ല, അത് ഭയങ്കര സന്തോഷമാണ്. അന്ന് പിരിഞ്ഞൊന്നും പോകില്ല, കാരണം ഇക്കാലം വരെ കുടിച്ചൊക്കെ മൊലാളിൻ്റെ ആയി. ഇനി ഇന്ന് ചായ എല്ലാവരും ഒന്നും പിരിവോട്ടില്ല, അങ്ങനെ തന്നെ. അപ്പൊ നോക്ക് നിങ്ങൾ ഇവിടെ ഈ അടിമയുടെ പ്രേമം വളരെ ഖലീലാണ്. ഖലീലു വിദാദിൽ അബ്ദി ഫീക സഫാഉ വമദ്ഹൂക മിൻ ദാഇൽ ഖുലൂബി ശിഫാഉ. അര വരി അടുത്ത ആഴ്ച പറയുള്ളൂ, ഞായറാഴ്ച ഒന്നും പറയാൻ തീരൂല. ഖലീലു വിദാദിൽ അബ്ദി, അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അതിന് വിഷമിക്കണ്ട കേട്ടോ, റബ്ബിന് അല്ലാഹുവിന്റെ ഹബീബിൽ അലിഞ്ഞോളി, അല്ലാഹുവിന്റെ ഹബീബിൽ അലിഞ്ഞോളി. എന്നാ മുഅ്മിനോ, നിസ്കാരത്തിൽ അലിയ കഴിയൂലട, എങ്ങായി നിസ്കാരത്തിൽ അലിയൽ കഴിയൂല. നിസ്കാരത്തിൽ അലിഞ്ഞാൽ ദുനിയാവ് കിട്ടും, നോമ്പിൽ അലിഞ്ഞാൽ ദുനിയാവ് കിട്ടും, കൊളസ്ട്രോൾ കുറഞ്ഞു കിട്ടും നോമ്പിൽ അലിഞ്ഞാൽ. അല്ലാഹുവിൻ റസൂൽ നോമ്പ് നോൽക്കണ എങ്ങായി പള്ളർച്ച് തിന്നാണ്ട് അൽഹംദുലില്ലാഹ് പറഞ്ഞ നോമ്പോണ്ട് ആകെ കിട്ടുന്ന കാര്യം കൊളസ്ട്രോൾ കുറയുന്നതാണ്. ആദ്യം ജാരക്കയറ്റി അള്ളാനെ കയറ്റിയാൽ പിന്നെ എൻ്റെ ജീവിതം മുഴുവൻ നോമ്പാണ്. പിന്നെ നോമ്പ് നിസ്കരിക്കാം. ഒരു മനസ്സിലായില്ലേ, ഒരു കാമൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോവർ. എന്തേ ഒരു കാമൽ നിന്നൊരു ഖത്തം തീർത്താൽ അവർക്ക് കഴിയും, കാലിന് വേദന ഉണ്ടാവില്ല. കാരണം ആരും ലയിച്ചു, അള്ളാഹു ലയിച്ചു. ഒരു കാമലല്ല, 2 കാലം മുതിച്ച് നാളും ഖത്തം തീർക്കും. ഓൽക്കതിന് കഴിയും. ഞങ്ങൾ ഈ ഓല ആരും ലയിച്ചോലാണ്, അള്ളാഹു ലയിച്ചോലാണ്. നലവേറും ഐശാത്തോ ൂതോരുവാലേ 40 ആണ്ടോളം സുബ്ഹേ തൊഴുതോറേ. ഇശാ നിസ്കരിച്ച ഉളു കൊണ്ട് സുബ്ഹ് നിസ്കരിച്ചു 40 കൊല്ലം. അപ്പോ ഉറങ്ങിയിട്ടില്ല, ഉറങ്ങിയ ഒന്നും കൊടുത്തില്ല. 40 കൊല്ലം ഉറങ്ങിയിട്ടില്ല. 40 കൊല്ലം നന്നായി 90 കാലം ഇരുന്നു. അപ്പൊ 50 വയസ്സ് മുതൽ 90 മരിക്കുന്നത് വരെ എന്ത് ഉറങ്ങിയിട്ടില്ല. ഉറങ്ങാനൊക്കെ വിഷമമില്ല. നേരത്തെ ദീർഘം രാത്രിയായ എന്ത് വയലു പറയും, അല്ലെങ്കിൽ ദിക്റുണ്ടാവും, പണി ഉണ്ടാവും, ഉറങ്ങൂല്ല. പകൽ ദീർഘമാണ്, രാത്രി ഉറക്കമില്ല. എന്നിട്ട് ഒരു കൊല്ലം പറ്റുമോ? നന്നായി 90 കാലം ഇരുന്നു. രാവും പകലും ഉറങ്ങിയിട്ട് നമ്മൾ 45, 50, 52 ജീവൻ പോവുക. 40 കൊല്ലം ഉറങ്ങിയിട്ടില്ല ആ മനുഷ്യൻ 90 വയസ്സ് വരെ ജീവിച്ചു. എന്തേ? അത് കറണ്ട് വേറെയാണ്, നമ്മളെ കറണ്ടല്ല. അത് മേലെ നിന്ന് ഇങ്ങോട്ട് മുളക്കാണ്, നമ്മുടെ അടിയിൽ നിന്ന് മേലെ കുളിച്ചാണ്. അവിടെ നിന്ന് മേലെ നിന്ന് അങ്ങോട്ട് മുളച്ച് അതിനൊന്നും പറ്റൂല. നന്നായി 90 കാലം ഇരുന്നവർ ഉറങ്ങിയില്ല. മൂപ്പര് പിന്നീട് അടിച്ചു പോയി. 50-ാമത്തെ വയസ്സ് തുടങ്ങിയതാ ഉറക്കല്ലായ്മ. നല്ല നോക്കിയാണ്. പക്ഷേ 5-8 കൊല്ലം ആയതിനെ അടിച്ചു പോയി. കിഡ്നി ആദ്യം കേടായി, പിന്നെ ഡയാലിസിസ് ചെയ്ത് 58 മരിച്ചു. എന്തേ? ഉറക്കം പോയി. ഇത് നന്നായി 90 കാലം ഇരുന്നോവർ ഇത് കിഡ്നി അടിച്ചു പോയില്ല. എത്ര കൊല്ലം? 90 കൊല്ലം കിഡ്നി അടിച്ചു പോയില്ല. എന്റെ ആ കിഡ്നി അടിച്ചു പോയില്ല, അത് മേലെ നിങ്ങടുത്ത അടിക്കോച്ചാണ്. അതാണ് ഇതിന് ശേഷം ആരും ലയിച്ചു. അല്ലാഹു നമ്മൾ തഹജ്ജുദിൽ ലയിക്കാണ്. തഹജ്ജുദൊക്കെ നിർത്തേങ്ങായി എന്നാ ഉണ്ടെങ്കിൽ ഒക്കെ നല്ലതാണ്. ആദ്യം തന്നെ സ്കൂളിൽ ചേർക്കണം. ഇത് ബുക്കില്ലാതെ വന്നാലും ടീച്ചറൊന്ന് പറയുന്നേ ഉള്ളൂ, എന്നാലും അനക്കവിടെ കുത്തിരിക്കാം. ഇജ് 10 കെട്ട് ബുക്കും കൊണ്ടാണ് വന്നത്. ഇതുവരെ പ്രിൻസിപ്പാൾ എടുത്ത് പോയാണ്ട് അവിടുത്തെ രജിസ്റ്ററിൽ ചേർന്നിട്ടില്ലെങ്കിൽ ഇജ് എന്ത് വിദ്യാർത്ഥിയാണ്? എൻ്റെ അടുത്ത് 10 കെട്ട് ബുക്കുണ്ട്. മനസ്സിലായോ പറഞ്ഞത്? പക്ഷെ സ്കൂളിലെ രജിസ്ട്രേഷൻ ബുക്കിൽ എൻ്റെ പേരില്ല എങ്കിൽ എന്നെ അമുക്ക് എന്നാ പറയാ, എന്നെ വിദ്യാർത്ഥി അറിയില്ല. മറ്റോൻ്റെ കയ്യിൽ ഒരു ബുക്കുമില്ല, കയ്യും വീശിയാ വരിക, എന്നാലും ഓൻ ക്ലാസ്സിൽ വിദ്യാർത്ഥിയാണ്. എന്തുകൊണ്ട്? ഓൻ്റെ പേര് എവിടെ ഉണ്ട്? രജിസ്റ്ററിലുണ്ട്. തന്നെ അത് രജിസ്റ്റർ ചെയ്യാൻ നോക്ക്. അത് അള്ളാഹുവിലും റസൂലിലും അലിയലാണ് രജിസ്ട്രേഷൻ. قليل وداد العبد فيك صفاء ومدعوك من داء القلوب شفاء
വമദ്ഹുക നബിയെ അങ്ങേ പ്രശംസിക്കുക എന്നത് മിൻ ദാഇൽ ഖുലൂബി ഹൃദയത്തിന്റെ സകല രോഗങ്ങളിൽ നിന്നും ശിഫാഉൻ ശിഫാ. എന്താ ഹൃദയത്തിന്റെ രോഗം? കിബിർ. അള്ളാന്റെ ഹബീബിനെ പ്രേമിച്ച് പ്രശംസിച്ച മനുഷ്യന് കിബിർ ഉണ്ടാവില്ല. നമുക്ക് പ്രശംസ ഉണ്ട്, പ്രേമല്ല, അതുകൊണ്ട് കിബിർ ഉണ്ടാവും. നമ്മൾ കിബിറന്മാരാണല്ലോ, നമ്മളൊക്കെ കിബിറന്മാരാണ്. നമ്മളെ മുന്നിലുള്ളവരും കിബിറന്മാരാണ്. നമ്മളെ കണ്ടിട്ടാണ് നമ്മളെ പിന്നിൽ പേര് ഒരു കിബിറന്മാരാവും. നമ്മളെ കണ്ടിട്ടല്ലേ അങ്ങനെ. മുന്നിലെ മാപ്പിള പറയും പോലെ എന്നാണല്ലോ പിന്നെ ബാക്കിലുള്ളവർ മുദ്രാവാക്യം വിളിക്കും. മുദ്രാവാക്യം വിളിച്ചപ്പോൾ ബാക്കിലുള്ളവർ മലയാളം അറിയില്ല. അപ്പം ബാക്കിലുള്ളവർ എന്ത് പറഞ്ഞേ? മുന്നിലെ മാപ്പിള പറയും പോലെ. അതെ അതെ, ഇൻക്ലാബ് സിന്ദാബാദ്. മുന്നിലെ മാപ്പിള ഉണ്ട്. അപ്പൊ ഈ മാപ്പിള വിളിച്ചാണ് ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. അത് ബാക്കിലുള്ളവർക്ക് മനസ്സിലാവില്ല, പറയാൻ കഴിയില്ല. കാരണം ഒരു നാടടക്കേക്കാണ്. കമ്മ്യൂണിസ്റ്റ് ഒക്കെ നമ്മളെ നാട്ടിൽ വന്നിരുന്ന ആദ്യ കാലത്താണ് ഈ സംഭവം. അപ്പൊ ബാക്കിലുള്ളവർ എന്ത് മുദ്രാവാക്യം വിളിച്ച് മുന്നിലെ മാപ്പിള പറയും പോലെ, മുന്നിലെ മാപ്പിള പറയും പോലെ. നമ്മളെ കണ്ടിട്ടല്ലേ നമ്മളെ സ്റ്റേജുമ്മ കയറി കുത്തരുന്ന തവളന്റെ മാതിരി സമ്മേളനങ്ങളിൽ തവള ഇരിക്കും പോലെ സ്റ്റേജുമ്മ കയറി ഇരിക്കുന്ന ഈ മുത്തക്കപ്പിരികളെ കണ്ടിട്ടാണല്ലോ നമ്മൾ പഠിക്കണത്. നമ്മളെ തങ്ങന്മാരും മൂല്യന്മാരും ഓർക്ക് കിട്ടിയത് ഓരോ തടിയിൽ എന്താണ് കിബറും റുജുബും റിയാവും. അതന്നെ ആ തവളകളെ കണ്ടിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി നമ്മളെ കണ്ടിട്ടാണ് നമ്മളെ പേർക്ക് ഇപ്പൊ ബാലന്തവളകളായി നിൽക്കുന്ന പിൻഗാമികൾ. നമ്മളാരെ കണ്ടിട്ടാണ് ഇപ്പോൾ ഈ സ്റ്റേജുമൊക്കെ കയറി ഇങ്ങനെ ഒരു സ്റ്റേജിൽ വന്ന് മറ്റേ സ്റ്റേജിലേക്ക് കിബറും പറഞ്ഞ് പായുന്ന ചില തങ്ങന്മാരും മൂല്യന്മാരുമായ തവളകളെ കണ്ടിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി നമ്മളെ കണ്ടിട്ടാണ് അടിയിലെ ബാലന്തവളകൾ പഠിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊന്നാവില്ല, ഉലാന്നിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ നമ്മളൊന്നാവില്ല? ചിന്തിച്ചോളി. അതുകൊണ്ട് എന്റെ നമ്മൾ തടിയിലേക്ക് എന്റെ ഓലടി കയറാത്തത് റസൂലുള്ളാഹിനോട് പ്രേമല്ല, അള്ളാഹു റസൂലിനോട് പ്രേമല്ല. നമുക്കോ അങ്ങനെ തന്നെയാണ്. നമുക്ക് വാർഷികത്തിന് നമ്പർ എന്നേ ഉള്ളൂ. അള്ളാന്റെ അടുക്കൽ നമ്മളെ നമ്പർ കയറണം എന്ന് നമുക്കില്ല. അതെന്നെ പറ്റിപ്പോയത്, അതെന്നെ പറ്റണതും. അതാപ്പി പറഞ്ഞ് നമ്മൾ മത എഴുതിയാൽ നമുക്ക് മതഹ് ചെയ്താൽ നമുക്ക് കിബർ ഒന്നും കൂടി കൂടുകയുള്ളൂ. നബിദിന യോഗം സമ്മേളനം നിന്നപ്പോൾ നടത്താൻ ഉദ്ഘാടനം ചെയ്യാൻ മഹാനെത്തിയപ്പോൾ അപ്പൊ മഹാനെ കാറിന്ന് ഇറങ്ങിയിട്ട് രണ്ടാൾ ഏറ്റുകൊണ്ടുവരാം. മൂപ്പർക്ക് നടക്കാൻ കഴിയും, എന്നാ തന്നെ ഏറ്റുകൊണ്ടുവരാം. പിന്നെ ഓന്റെ മൂക്കുമേലുള്ള എല്ലാ ബിയർപ്പും മൂപ്പരെ കയ്യുമ തുടച്ചോടുകൂടെ മൂപ്പർക്ക് കിബർ ഒന്നും കൂടി കൂടി. പിന്നെ മൂപ്പര് ഇതാ ഒരു വാക്ക് ഉദ്ഘാടനം ചെയ്ത് മൂപ്പരെ അടുത്ത് പറഞ്ഞ് മൂപ്പരൊരാൾ മേളിൽ കേൾക്കണില്ല. കാരണം മൂപ്പർക്ക് ഉദ്ഘാടനത്തിന് പായണ വഴിയാണ്. ഒരു മേളിൽ കേട്ടാലേ ഞാൻ ഉണ്ടാവുള്ളൂ. നമുക്ക് നമ്മൾ തുടങ്ങിയ ഉദ്ഘാടനം രാത്രി 12 വരെയാണ് ഉദ്ഘാടനം. എന്ന് കുട്ടികളെ ആരെ പറ്റിയാ പറഞ്ഞു? ആരെപ്പറ്റിയെന്ന് കൂട്ടിക്കും. മനുഷ്യന്റെ കൽബിലേക്ക് നമ്മളെല്ലാ മത സമ്മേളനവും നമ്മൾ തന്നെ ഉദ്ഘാടനം ചെയ്യുന്നത്. 1-ാം വാർഷികവും 100-ാം വാർഷികവും 200-ാം വാർഷികവും 1000-ാം വാർഷികവും നമ്മൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ടൊന്നും എന്താവില്ല കുട്ടികളെ, തടിമെന്ന് കിബറ് പോകൂല. അത് അള്ളാഹുവിലും റസൂലിലും അബുദങ്ങട്ട് ലയിക്കണം. അപ്പൊ കിബറ് നിന്റെ മദ്ഹ് നബി നബിയെ അങ്ങയോടുള്ള മദ്ഹ്, അങ്ങേ മദ്ഹ് ചെയ്യുക എന്നത് മിൻ ദാഇൽ ഖുലൂബി ശിഫാഉ, മിൻ ദാഇൽ ഖുലൂബി ഹൃദയങ്ങളുടെ രോഗങ്ങളിൽ നിന്ന് ശിഫാഉൻ ശിഫാ ആണ്. ഏതൊക്കെ ഹൃദയത്തിന്റെ രോഗങ്ങൾ? ഒന്ന് റിയാനെ, ഒന്ന് കിബ്റന്നെ, ഒന്ന് ഉജ്ബന്നെ, ഒന്ന് ഹുബ്ബു ദുനിയന്നെ. അല്ലാഹു ഇന്നത്തൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അള്ളാഹു ആ രോഗങ്ങളിലൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അള്ളാഹു ആ രോഗങ്ങളിലൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ബാക്കി അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച വിശദമായി പറയും. ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم الراحمين.